സസ്പെൻഷൻ എങ്ങനെയും പിൻവലിക്കാം. പക്ഷെ കേസ് നടത്താൻ ജാമ്യം എടുക്കൊക്കെ വേണമല്ലോ. നമ്മൾ എന്ത് ചെയ്തിട്ടാ കേസ്? നീ വല്ലവരും കുത്തിയോ? കുത്തിയില്ല, പക്ഷെ കേസുണ്ടല്ലോ. എന്നാലേ കള്ളക്കേസും സസ്പെൻഷനും പിൻവലിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ സമരം തുടങ്ങാം. ആ കാര്യം കഴിഞ്ഞല്ലോ. കാര്യമൊക്കെ ശരി, പക്ഷെ ഈ പ്രശ്നം വീട്ടിലറിയാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അറിഞ്ഞു എന്നിരിക്കട്ടെ. തന്നെ അവരെന്തോ താനൊരു പ്രബുദ്ധ വർഗത്തിന്റെ നേതാവാണെന്ന സത്യം വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. ധൈര്യമില്ലേ? പറ. ഒരു കുപ്പി വരുത്തി വെച്ചിട്ടുണ്ട്, ഒരു കാലടിച്ചോണ്ട് വീട്ടിലോട്ട് പോ. ഒരു ചുക്കും പേടിക്കാനില്ല. കടു കൊണ്ടുവാടേ കുപ്പി. ഒന്ന് വേഗം കൊണ്ടുവാടേ. കാരണം അയ്യോ വേണ്ട, അന്ന് തന്നെ വീട്ടിൽ നടന്നു. ഇത് ഫോറിനാ, ഇലക്ഷൻ ഫണ്ടിൽ നിസ്കേതാ. എന്തായാലും ശരി, ഞാൻ പോകുന്നു. എന്നാ വാളിയാ, നമുക്കടിക്കാം. പോടെ അവിടെ കൊച്ചു പയ്യെ. ബാബു, നിനക്കിവിടെ നീ ഇടമില്ല. ഞാൻ നിന്റെ ചേട്ടനുമല്ല. ഇറങ്ങുവിളി. നിങ്ങളൊന്ന് സമാധാനപ്പെടും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തോന്നായി പറയുന്നത്? ഈ രാത്രിയിൽ അവിടെ എങ്ങോട്ട് പോണം? നിനക്കിവിടെ എന്ത് കാര്യം? ഓടിയപ്പുറത്ത്. അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കണം. കോളേജിലുണ്ടായത് സാധാരണ സംഭവമാണ്. കത്തിക്കുത്തും പോലീസ് കേസും സാധാരണ സംഭവമാണ്. പെണ്ണു പിടിക്കലും സാധാരണ സംഭവമായിരിക്കും. അത് മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ഉണ്ടാക്കിയതാണ്. നിർത്ത. അപമാനിക്കാൻ പോലും അതിന് നിനക്ക് അഭിമാനമുണ്ടോ? കോളേജിൽ നീ ഒരുത്തനേ ഉള്ളൂ അപമാനിക്കാൻ. ചേട്ടൻ വന്ന് പ്രിൻസിപ്പലിനെ ഒന്ന് കണ്ടാൽ സാധ്യമല്ല. എങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്തു പറയാ? തൊട്ടുപോകരുത്. എന്നെ ഭരിച്ചത് മതി. ഒരു സൈക്കിളിൽ എത്ര പേരാ യാത്ര? നിങ്ങളൊക്കെ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? മഹാറാണി കോളേജ്. ഓഹോ, അവിടുത്തെ പ്രചാരാണ്. അപ്പോ കത്തിക്കുത്തും കൊലപാതകവുമായിരിക്കും സബ്ജക്ട്. എടോ കുട്ടമ്പിള്ള, സൂക്ഷിക്കണം. കയ്യിൽ കത്തി കാണും. ശരി, പേരും അച്ഛന്റെ പേരും വീട്ടുപേരും പറഞ്ഞിട്ട് പോയാട്ടെ. എന്താ പേര്? എന്റെ പേര് രതി. അച്ഛന്റെ പേര്? KPK മേനോൻ. അയ്യോ, മേനു സാറിന്റെ മോളാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുഞ്ഞിന്റെ കേസിന്റെ കാര്യം. അവനുണ്ടല്ലോ ആ ബാബു, അവ പിഴുതലാതെ നടക്കുക. അതുകൊണ്ട് കുഞ്ഞു വിഷമിക്കണ്ട. സീരിയലായും ക്രിമിനലായും അവനെ 5 കൊല്ലം അകത്താക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ചാർജ് ഷീറ്റ് എഴുതിയതേ ഞാനാ. പക്ഷെ അവനൊന്നും പിടികിട്ടുന്നില്ലല്ലോ. വീട്ടിൽ ചെന്ന് അവിടെ ഇല്ല, കോളേജിൽ ചെന്ന് അവിടെയില്ല. കോളേജിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെയായിരിക്കും അവൻ? എവിടെയാണെന്ന് വീട്ടിലുള്ളവർക്ക് അറിയാതിരിക്കുമോ? ഓ, അത് ശരിയാ. അവനെ ഞാൻ പൊക്കും. രാമൻ നായർ വരെ തൊപ്പിയിരുന്ന അവനെ ഞാൻ പൊക്കും. ആ, നിങ്ങൾ എല്ലാവരും പോയാട്ട്. ഇനി മേലാരും ഓവറോട് കയറരുത്. താങ്ക് യു സാർ. ബാബു കുറ്റം ചെയ്തവനാണ്. നിങ്ങൾ അയാളുടെ ജ്യേഷ്ഠനല്ലേ? ബാബു എവിടെയാണെന്ന് നിങ്ങൾക്കറിയാതിരിക്കില്ല. നിങ്ങളുടെ ധാരണ ശരിയല്ല. കുറ്റവാളികളെ ഒളിപ്പിച്ചു വയ്ക്കുന്നത് കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. ഈ ആവശ്യത്തിനായി നിങ്ങൾ എന്നെ വിളിക്കരുതായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാബുവിന്റെ ജ്യേഷ്ഠനല്ലേ? അല്ല, അവൻ തെറ്റ് ചെയ്ത നിമിഷം ആ ബന്ധമില്ലാതായി. കുറ്റം ചെയ്തവരാരായാലും എനിക്കൊരുപോലെയാണ്. അനിയനായാലും അന്യരായാലും. ഇനി അവൻ എന്റെ വീട്ടിൽ വന്നാൽ ഞാനായിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. മിസ്റ്റർ ഗോപിനാഥ്, അന്വേഷണം എന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്.
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു? കോളേജ് ഇലക്ഷനിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ബാബു. അയാൾ തോറ്റുപോകുന്ന കാര്യം ഉറപ്പായിരുന്നു. പരാജയ ഭീതി കൊണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്നെ കുത്തിയത്. ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് തെറ്റാണ്. സസ്പെൻഷൻ പിൻവലിക്കുന്നവരെ സമരം തുടങ്ങാൻ പോവുക. ഇക്കൊല്ലത്തെ പഠിപ്പും പോകുമെന്നാ തോന്നുന്നത്. ഇനി സമരം തന്നെ ആയിരിക്കും. എടാ ഇത് പെണ്ണുകേസല്ലേ? പെൺകുട്ടികളൊക്കെ കളിയാക്കുന്നതിനൊക്കെ കോളേജിൽ വെച്ചോണ്ടിരിക്കുന്ന പറയുന്നത്. ഇവനൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കൂ, എന്നാലേ കോളേജ് നന്നാവും. ഹലോ ബേബി, ഹലോ ജോണി. ജോണിയെ കണ്ടിട്ട് കുറെ നാളായി. ഞാനിപ്പോ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതാ ഗ്ലാമർ അല്പം കൂടിയിരിക്കുന്നത്. ഗ്ലാമറിന്റെയും കൂടും അവന് രണ്ട് കൊടുത്തു കഴിയുമ്പോൾ. അതിനെ ബാബു അല്ലല്ലോ ജോണിയെ കുത്തിയത്. അവനല്ലെങ്കിൽ അവന്റെ പാർട്ടി നേതാവ് അവനല്ലേ? എനിക്ക് അവനെ കിട്ടിയാൽ മതി. ജോണിയോട് കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല. ഞാൻ എന്റെ കടം ഉടനെ വീട്ടും, പലിശ സഹിതം വീട്ടും.
Come on, Babu. Babu, please sit down. താങ്ക് യു. ബാബുവിന് ഇവിടെ ധൈര്യമായി കഴിയാം. ഒളിച്ചു കഴിയാൻ ബാബു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? കടലാസ് ഞാൻ കുറ്റക്കാരനായി പോയില്ലേ? ബാബു, ദിസ് ഈസ് റോസി. ഹലോ. ഹലോ. താങ്ക് യു. ആ, കുടിക്കൂ, കുടിക്കൂ. എല്ലാ പ്രയാസങ്ങളും മറക്കാനുള്ള ഔഷധമാണിത്. ആട്ടെ, ബാബുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ചേട്ടൻ എന്ത് അവകാശം? നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയല്ലേ ആ വീട്? അതെ, എന്റേതും കൂടിയാണ്. ബാബു വേഗം ചോദിക്കണം. ഞാൻ ചോദിക്കും, വാങ്ങിക്കും. എന്റേതും കൂടിയാണ് ആ വീട്. Good. Cheers Cheers. for the health of Babu. കണ്ടതിലേക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം റോക്കിയുടെ കൂടെയാണെന്ന് നാണമില്ലല്ലോ പറയാൻ. ശോഭ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കോളേജിൽ നിന്ന് പുറത്താക്കിയത് എന്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ്. ഇതൊന്നും അന്വേഷിക്കാതെ ചേട്ടൻ എങ്ങനെയാണ് എന്നോട് പെരുമാറിയത്? അതുകൊണ്ട് റോക്കിയുടെ കൂടെ പോണോ? ആപത്തിൽ എന്നെ രക്ഷിച്ചവനാണ് റോക്കി. റോക്കി ചീത്തയായിരിക്കാം, പക്ഷേ എനിക്ക് നല്ലവനാണ്. എത്ര നല്ലവനായാലും ബാബുവേട്ടൻ അവിടെ നിൽക്കുന്ന എനിക്കിഷ്ടമല്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ തൽക്കാലം മറ്റു വഴിയൊന്നുമില്ല. ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നോ? ഇപ്പൊ കേസല്ല പ്രധാനം, ഞാനും ചേട്ടനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ശോഭയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അവനെ തിരുത്താനോ ഉപദേശിക്കാനോ കഴിയാത്ത വിധം ചെളിക്കുണ്ടിൽ വീണു കഴിഞ്ഞു. ഇനി അവൻ എനിക്ക് ആരുമല്ല. നീയും അവനെ മറക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, അങ്ങനെ മറക്കാനും ഓർക്കാനും ഇത് കടങ്കഥയാണോ? നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു വെച്ചതല്ലേ? അതെ, അന്ന് അവൻ എന്റെ ചെറുകനുള്ളിലായിരുന്നു. ചേട്ടനും അന്യനും ഇങ്ങനെ രണ്ടു കൊമ്പിൽ നിന്നാൽ പിന്നെയുള്ളവർ തീ തിന്നുന്നത് ആർക്കും അറിയണ്ടല്ലോ. ചേട്ടൻ വിളിച്ചാൽ വരാതിരിക്കില്ല. ഇല്ല, ഞാൻ അവനെ വിളിക്കില്ല. ചേട്ടൻ അറിവുള്ളയാളാണ്. ശരിയും തെറ്റും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബാബുവേട്ടന്റെ തെറ്റ് ക്ഷമിക്കാൻ ചേട്ടന് കഴിയില്ലേ? ബാബുവേട്ടനോട് ഒരു കടപ്പാടും ഇല്ലെന്നോ? എനിക്ക് അവനോടുള്ള കടപ്പാട് നിന്നോടുമുണ്ട്. നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടണം. അത് നൽകാൻ അവൻ യോഗ്യനല്ല. ആരും കെട്ടവരല്ല, മറ്റുള്ളവർ കെടുത്തുകയാണ്. എല്ലാം എന്റെ വിധി. ഞാൻ പോകുന്നു. അവള് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഇനിയും ആ പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുന്നത് ശരിയല്ല. എത്രയായാലും ബാബു നമ്മുടെ കുഞ്ഞാണ്. അവൻ നശിക്കുന്നത് കാണാൻ നമുക്കാവില്ല. നിങ്ങൾ ചെന്ന് വിളിച്ചാൽ അവൻ തീർച്ചയായും വരും. ഗോപിനാഥ് സാർ വരുന്നു. എന്നെ കാണാനായിരിക്കും. ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അതാണ് അബദ്ധം. ബാബു നേരിടണം. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ചേട്ടനില്ലാത്ത ബന്ധം അനിയൻ എന്തിനാണ്? ഞാൻ നിന്നെ വിളിക്കാനാണ് വന്നത്. നീ വീട്ടിലേക്ക് വരൂ. ഓ, ഇപ്പോഴെന്താ ഒരു ഭൂതോദയം? ആദർശ അനിയന്റെ മേൽ വേണ്ടെന്നായിരിക്കും. നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് ശരിയല്ല. സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചില്ലല്ലോ. ബാബു, നീ വീട്ടിലേക്ക് വരൂ. ഞാനിപ്പോ വരുന്നില്ല. പിന്നെ എപ്പോ വരാമെന്ന്? നമ്മളുടെ കുടുംബ സ്വത്തിന്റെ ഭാഗം വെച്ച് കഴിയുമ്പോ. ബാബു, എനിക്ക് ലോഹരി വേണം. അത് പെട്ടെന്ന് വിധിക്കണം. നമ്മുടെ തറവാട് വെട്ടി വീതിക്കണമെന്ന്? അല്ല, മൊത്തമായിട്ട് അങ്ങ് എടുക്കാമെന്ന് കരുതിയോ? ഇല്ല നീയ, മൊത്തമായിട്ട് നിനക്ക് തന്നെ തരാൻ ഞാൻ ഒരുക്കമാണ്.
നമ്മുടെ തറവാട് വീതിക്കരുത്. എനിക്കൊരുത്തന്റെയും സൗജന്യം ആവശ്യമില്ല. എന്റെ അനിയനാണോ ഈ പറയുന്നത്? അനിയനോ? നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെ പറയാൻ. അതൊക്കെ അമ്മ പോയി കഴിഞ്ഞു. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. നീ പോന്നതിന് ശേഷം ശാരദയുടെ കണ്ണീർ തോർന്നിട്ടില്ല. എനിക്ക് വേണ്ടി ആരും കരയണമെന്നില്ല. നിങ്ങളോട്ട് ഇവിടെ നിന്ന് മുഷിയണമെന്നുമില്ല. അപ്പോൾ നീ വരില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബാബു, കുറയ്ക്കാതെ പോ മനുഷ്യൻ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു വലിയ. നിങ്ങൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു അനുജന് ജാമ്യം ആവശ്യപ്പെടാനായിരിക്കും. എന്റെ ജാമ്യം അവൻ അംഗീകരിക്കില്ല. നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ ഇത്ര ഒരു വൈരാഗ്യത്തിന് കാരണം? അത് മറ്റൊരാൾ അറിയേണ്ട വിഷയമല്ല. നിങ്ങൾക്ക് പിടികിട്ടേണ്ട പുള്ളിയെ ഞാൻ കാണിച്ചു തരാം. ഒക്കുമെങ്കിൽ എന്റെ കൂടെ വരൂ. ശരി മിസ്റ്റർ ഗോപിനാഥ്, ഞാൻ വരാം. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. സ്വന്തം അനിയനെ പിടിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് നടക്കുന്നു. അവൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല, എവിടെയെങ്കിലും പോയി ജീവിക്കാനും അനുവദിക്കില്ല. ഹോ, ഞാൻ പോലീസിനെയും കൊണ്ട് പോയത് അവനെ രക്ഷിക്കാനായിരിക്കും അല്ലേ? വേണ്ട, ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരു ചേട്ടനും ചെയ്തുകൂടാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എന്റെ അനുജൻ ആ ചെളിക്കുണ്ടിൽ കിടന്ന് നശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയും. അതിനാണോ പോലീസ് പിടിപ്പിക്കുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാനും. റോക്കിയുടെ കൂടെ കഴിയുന്നതിനേക്കാൾ അവൻ ജയിലിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. അത് തെറ്റായിപ്പോയി. തീയെ തീ കൊണ്ട് കെടുത്താമെന്നാണ് നിങ്ങൾ കരുതിയത്. ശാരദ, നീയും എന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്കറിയാം, ഇവിടുന്ന് നല്ലതിനെ എന്തും ചെയ്യും. പക്ഷെ അവനത് അറിയുന്നില്ലല്ലോ. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. വരൂ. എന്റെ താവളം കാട്ടിക്കൊടുത്ത പട്ടി എത്ര വലിയവനായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്ത് ചെയ്യണമെന്ന് പറയാൻ മതി. വേണ്ട, ഞാൻ തന്നെ കണക്ക് പറയേണ്ട കാര്യമാണ്. ബാബു, നീ വന്നല്ലോടാ. എനിക്കറിയാം നീ എന്നെ കാണാൻ വരുമെന്ന്. നീ ആകപ്പാട് ക്ഷണിച്ചു പോയല്ലോ. വരൂ, കാപ്പി കുടിക്കാം. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ചേട്ടത്തിയോട് സ്നേഹമുള്ള ഒരു അനിയൻ, ഇങ്ങോട്ട് വാടാ. നിങ്ങളുടെ ഭർത്താവ് എവിടില്ലേ? നീ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവ്? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? എന്റെ ആരുമല്ല. ചോദിച്ചൊരുത്തരം പറഞ്ഞാൽ മതി. ഓഹോ, നീ അവിടം വരെ എത്തിയല്ലേ? കൊള്ളാം. ആട്ടെ, എന്തിനാ തിരക്കുന്നത്? എനിക്ക് അയാളോട് ചിലത് ചോദിക്കാനുണ്ട്. ഓഹിരിയായിരിക്കും. എന്നെ പിടിച്ച് ജയിലിലടച്ചാൽ അയാൾക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയണം. നിനക്കറിയണം അല്ലേടാ? ഞാൻ പറയാം. ചെമ്മാടികളുടെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ, ആണുങ്ങളുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ നടക്കാൻ, മറ്റുള്ളവരെ നാണം കെടുത്താനാണല്ലോ നീ ശ്രമിച്ചത്. പോലീസ്, ഇങ്ങോട്ട് വാ. നീ എത്ര കാലം ഇങ്ങനെ കഴിയാവുന്ന നോക്കി പല്ലി കളിക്കാനേ. എന്ത് ചെയ്യാനാ? ഒരു ജോലി കിട്ടിയിട്ട് നിന്നെ കെട്ടിയെടുക്കാവുന്ന വെച്ചാൽ നടക്കണ്ടേ? പിന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല.
അച്ഛൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഹ, നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയണം. അതെങ്ങനെ? ഇത്രയും കാലം അതും പറഞ്ഞാ കഴിഞ്ഞത്. ഇനിയും അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ആ തന്തക്കിഴവനുണ്ടല്ലോ, അത് ഒരു വിവരവും ദേ, അച്ഛനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ നിന്റെ അച്ഛൻ ആരാ? ശേഷക്കാര്. ഇതാ സ്വഭാവമെങ്കിൽ വല്ലവരും പെണ്ണു തരുമോ? നിന്റെ അച്ഛൻ തരും. നിന്നെ തരും തരും, വല്ലവർക്കും കടിച്ചു കൊടുക്കും. നിന്നെ കിട്ടുന്നവന്റെ ഗതി എന്തായിരിക്കും അറിയാമോ? അവനെ ഞാന് കൊല്ലും. ഇങ്ങനൊരു കണ്ടുമുട്ടൽ നമ്മൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരർത്ഥത്തിൽ എന്നെ ഒളിച്ചു പോവുകയായിരുന്നല്ലോ. ശാരദയ്ക്ക് എന്നെ വിട്ടുപോരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷെ നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്തിനതേപ്പറ്റി പറയും? എനിക്ക് ജോലി കിട്ടി ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ സ്വന്തമാക്കാൻ സമയമായി എന്ന് ഞാൻ കരുതി. പക്ഷെ അതേ സമയമാണ് നിന്റെ വിവാഹത്തിന് വേണ്ടി നിന്റെ അച്ഛൻ തെരഞ്ഞെടുത്തു. നിർബന്ധ ബുദ്ധിക്കാരനായ നിന്റെ അച്ഛൻ എന്നെയും നിന്നെയും തോൽപ്പിക്കുകയായിരുന്നു. ഞാനും എന്റെ ഓർമ്മകളും മാത്രം ബാക്കിയായി. നീ എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങൾ നമ്മൾ രണ്ടുപേരെയും വഞ്ചിച്ചു. ശാരദയ്ക്ക് എന്നോടൊന്നും പറയാനില്ല. എല്ലാം വിധിയാണെന്ന് കരുതും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് പോകും. ബാബു ശാരദയുടെ ആരാ? അനുജൻ. ഞാൻ അയാളെ അന്വേഷിച്ചാ വന്നത്. വന്ന സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ശരി. ബാബു, ബാബു, ഗോപിയേട്ടും പറഞ്ഞതാണ് ശരി. കണ്ടില്ലേ കള്ളും കുടിച്ചു വന്ന് നിൽക്കുന്നത്? ഇനി അയാളും പറയലേ. ആ ചാപ്റ്റർ ക്ലോസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഈ നിലയിൽ അച്ഛൻ വന്ന് കണ്ടാൽ കാണട്ടെ. അവസാനമായി നിന്റെ അച്ഛനും കാണട്ടെ. നീ കരയുന്നു. നീയും പെണ്ണല്ലേ? കള്ളക്കരച്ചിലാണ്. ഒന്നിനെയും വിശ്വസിച്ചുകൂടാ. ഞാൻ പോകുന്നു. എനിക്ക് നാട്ടിൽ ആരുമില്ല. ഓ, നീയുണ്ടെന്നോ? നീയും കള്ളിയാണ്. എന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, ചേട്ടത്തി അമ്മ, അവളും കള്ളിയാണ്. പിന്നല്ലേ നീ?